ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന, പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് സൗകര്യം പോലെ വന്ന് അടിപ്രദക്ഷിണം നടത്താം. എഴുന്നേറ്റ് വാ. എന്താ, ഭർത്താവിന് മുമ്പിൽ മൗനവ്രതം പാലിക്കണമെന്ന് ജോലിസർ പ്രവചിച്ചിട്ടുണ്ടോ? വാ തുറന്ന് മിണ്ടിക്കൂടെ നിനക്ക്? ഈ മുഖത്തെ സങ്കടം വായിച്ചറിയാം. ജോലി ഭാരം കാരണം ഡോക്ടർ തന്ന ഗുളികയൊന്നും അമ്മ കഴിച്ചിട്ടില്ലാന്ന് ഞാൻ മുഖം കണ്ടപ്പോഴേ മനസ്സിലാക്കി. എന്നോടൊന്നും ഒളിക്കരുത്. ആ ഗുളിക എന്താ അമ്മ കഴിക്കാത്തത്? മോളെ, സുചിത്രയുടെ അമ്മ ജഗത വഴിയാ ഞാൻ നിന്നെ പരിചയപ്പെടുന്നത്. അല്ലാതെ നമ്മൾ തമ്മിൽ മുൻ പരിചയമോ ബന്ധങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും എന്റെ ആരോഗ്യകാര്യത്തിൽ നിനക്ക് എന്താ ഇത്ര ഉൾക്കണ്ട? ഞാൻ നിനക്ക് ആരാ? മരിച്ചുപോയ എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്താ ഞാൻ ചന്ദ്രികാമ്മ കാണുന്നത്. സുചിത്ര ചേച്ചിയുടെ അമ്മ എനിക്ക് പോറ്റമ്മയും ചന്ദ്രികാമ്മ എനിക്ക് പെറ്റമ്മയോ. മൂന്ന് പെൺമക്കളെ പ്രസവിച്ച അമ്മയാ ഞാൻ. അവരിൽ ഇളയ മകൾ വർഷ എന്നെ വിട്ടുപോയി. നീ വർഷയാണോ മോളെ? വർഷയുടെ പുനർജന്മാണോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അമ്മേ. പക്ഷെ ഞാൻ അമ്മ എന്റെ സ്വന്തം പെറ്റമ്മയായിട്ട് കാണുന്നു. എന്നെ മോളായിട്ട് കാണാൻ അമ്മയ്ക്ക് കഴിയോ? കഴിയും. നീ എന്റെ മോള. വർഷം മോൾക്ക് പകരം ദൈവം തന്ന മോള്. എങ്കിൽ എന്നോട് അമ്മേനെ കള്ളം പറയരുത്. ഡോക്ടർ തന്ന ഗുളിക അമ്മ കഴിച്ചില്ലേ? ഇല്ല. പിന്നെ ആ ഗുളിക എന്ത് ചെയ്തു? ഹരിത അത് പിടിച്ചു വാങ്ങി പുറത്തേക്ക് എറിഞ്ഞു. മരുമോളായ ഹരിതയെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് സംരക്ഷിച്ചവളാ ഞാൻ. എന്നിട്ടും എല്ലാം എനിക്ക് മനസ്സിലായി അമ്മ. അമ്മയെ സഹായിക്കാൻ ജഗദമ്മേനെ ഇങ്ങോട്ട് അയച്ചത്. ആ, ഇനി ഹരിത ഏൽപ്പിച്ച എന്ത് ജോലിയാ അമ്മയ്ക്ക് ചെയ്തു തീർക്കാനുള്ളത്? പറയമ്മേ. ഒരു മോളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ ജോലികളും ചെയ്ത് ഞാൻ അമ്മയെ സഹായിക്കാം. ഇനി ജോലികളൊന്നും ചെയ്യാൻ ബാക്കി കിടപ്പില്ല. എല്ലാ ജോലികളും ഞാൻ ചെയ്തു കഴിഞ്ഞു മോളെ. മോളെ പൊയ്ക്കോ. അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? എന്തൊക്കെയാണ് മരുമോൾ അമ്മയെ ചെയ്യാൻ ഏൽപ്പിച്ച ജോലി എന്ന് പറയേ. ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഞാൻ ഇരിക്കാം. അമ്മ അവിടെ ഇരിക്കമ്മേ. ഇരുന്നേ അമ്മേ.
ആ ഹരിത അമ്മയെ ഏൽപ്പിച്ച എല്ലാ ജോലിയും ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് സുഖമായിട്ട് ഉറങ്ങാം. നന്ദിയുണ്ട് മോളെ, തീർത്താ തീരാത്ത നന്ദിയുണ്ട്. എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മയും മോളും തമ്മി എന്ത് നന്ദി പറച്ചില്ല അമ്മേ. ഒന്നും വേണ്ട, ഈ മനസ്സിനുള്ളില് പെൺമക്കളുടെ സ്ഥാനത്ത് എന്നെ കൂടി വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. എന്റെ മോൾക്ക് നല്ലത് വരട്ടെ. പോട്ടെ. മുട്ടുമുറിഞ്ഞ് ചോര ഒരുക്കിയായിരിക്കും. ഇനി എന്ത് ഭാവിച്ചാ നീ ഇത്? വേണ്ട, പ്രദർശനമൊക്കെ നിർത്തിക്കോ. വന്ദന, എഴുന്നേക്ക്, നമുക്ക് പോവാം. വേദന സഹിക്കാൻ വേണ്ടി മുട്ടുകാൽ പ്രദക്ഷിണം നിർത്തണം. അതിന്റെ പേരില് ദൈവകോപം ഒന്നും ഉണ്ടാവില്ല. മുട്ടുകാൽ പ്രദക്ഷിണത്തിന് പകരം അടിപ്രദക്ഷിണം ചെയ്താലും മതി. വന്ദന, പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് സൗകര്യം പോലെ വന്ന് അടിപ്രദക്ഷിണം നടത്താം. എഴുന്നേറ്റ് വാ. എന്താ, ഭർത്താവിന് മുമ്പിൽ മൗനവ്രതം പാലിക്കണമെന്ന് ജോലിസ്ഥർ പ്രവചിച്ചിട്ടുണ്ടോ? വാ തുറന്ന് മിണ്ടിക്കൂടെ നിനക്ക്? എന്നിൽ നിന്നും വന്ദനെ എത്രത്തോളം അകറ്റാവോ അത്രത്തോളം അകറ്റുക. മാനസികമായും ശാരീരികമായും നിന്നെ എത്രത്തോളം പീഡിപ്പിക്കാമോ അത്രത്തോളം പീഡിപ്പിക്കുക. ആ ദുഷ്ടലക്ഷ്യത്തോടെ അപ്പച്ചിയും വിദ്യാർത്ഥിയും ചേർന്ന് ഒരുക്കിയ കപട തന്ത്രമാ എനിക്ക് മൃത്യുദോഷം ഉണ്ടാവുമെന്നുള്ള കള്ളപ്രവചനം. വന്ദന, അത് വിശ്വസിക്കരുത്. മുമ്പും നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ കള്ളപ്രവചനം നടന്നിട്ടുണ്ട്. ആ ജോത്സ്യനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഈ പ്രവചനത്തിന് പിന്നിലുള്ള ചതിയും ഞാൻ തെളിയിച്ചിരിക്കും. വന്ദനെ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് അനുസരിക്കേ. ഈ മുട്ടുകാൽ പ്രദർശനം ഒന്ന് അവസാനിപ്പിക്കേ. സ്വന്തം ഭർത്താവല്ലേ പറയുന്നത്, അനുസരിക്കൂ കുട്ടി. അവരവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. മാനത്തെ കൊട്ടാ